നമ്മളെ വീടിന്റെ നേരെ മുമ്പിലുള്ള പാടാണ് കേട്ടോ. അതിലിങ്ങനെ നടന്നു പോയാൽ നമ്മൾ എത്തുന്ന സ്ഥലമാണ് കിഴക്കേ പാണ്ടിക്കാട് പഴയ ജുമാ മസ്ജിദ് കാണാം. അതായത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ജുമാ മസ്ജിദാണ്. ഏതായാലും ഇന്ന് ളുഹർ നിസ്കരിക്കാൻ വേണ്ടിയാണ്ട് നമ്മളെ മഹല്ല് പള്ളിക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. അതും നടന്നു പോകാൻ തീരുമാനിച്ചു. എന്നും നമ്മൾ വണ്ടിയിലാണ് പോകല്. അപ്പൊ കണ്ട കാഴ്ചകളാണ് ഈ കാണുന്ന കാഴ്ചകളൊക്കെ. അതായത് കുറെ കാലം ഇതിൽ വന്നിട്ട് കൃഷിയിടങ്ങളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. ഏതായാലും ഇത് നമ്മളെ മയ്യത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായി ഉണ്ടാക്കിയ ഒരു വഴിയാണ്. ഈ പാലത്തിന്റെ മുകളിലൂടെ കടന്നു പോകണം. ഇവിടേക്ക് മയ്യത്ത് കൊണ്ടുപോകും. കുറച്ച് ടാസ്ക്കാണ്. അപ്പൊ അത് ഈ ഒരു ചെറിയൊരു സ്പേസും കൂടി, കുറച്ച് സ്പേസ് കൂടി, ഇത് തോടാണ് പക്ഷെ കുറച്ച് സ്പേസും കൂടി, ഈ പാലത്തിന്റെ സ്പേസ് അതുപോലെ തന്നെ കുറച്ച് ഭാഗം കൂടി ആയി കഴിഞ്ഞാൽ മയ്യത്ത് കൊണ്ടുപോകാനൊക്കെ നല്ല സുഖമായിട്ടുള്ള റോഡ് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ്. ഏതായാലും പള്ളിന്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറി. ഇവിടെ കയറിയുമ്പോൾ ഒരുപാട് ഒരു അനുഭവമാണ് നമുക്ക്. ഒരുപാട് പഴയ അനുഭവങ്ങൾ. ഇതൊരു ഖബറാണ്. അതായത് ആരതാ എന്താ എന്നൊന്നും അറിയാത്ത ഒരുപാട് ഖബറുകൾ ഇവിടെ ഉണ്ട്. മാത്രമല്ല ഈ വഴിയിലൂടെ അങ്ങനെ കടന്നു വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊന്നാണ് ഇവിടുത്തെ പള്ളിക്കുളം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നീന്തലൊക്കെ പഠിച്ചത് ഈ ഒരു കുളത്തിൽ വെച്ച്. ഏതായാലും ഉഷാറായിട്ട് ഈ പള്ളിക്കുളമൊക്കെ കാണുമ്പോൾ ഭയങ്കരമായ ഒരു എന്താ പറയാ, ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുക. ഏതായാലും പള്ളി കോമ്പൗണ്ടിലേക്ക് കയറിയപ്പോൾ നമ്മൾ കാണുന്നത് അതാണ് കിഴക്കേ പാണ്ടിക്കാട് പഴയ ജുമാ മസ്ജിദ്. ഞാൻ നേരത്തെ പറഞ്ഞ ഏകദേശം ഒരു 400ഓളം വർഷം പഴക്കമുള്ള അതിന്റെ ഖബർസ്ഥാനാണ്. വിശാലമായ ഒരു ഖബർസ്ഥാനുള്ള ഒരു പള്ളിയാണ്. അതായത് കിഴക്കൻ ഏറനാടിൽ ഏകദേശം ഫസ്റ്റ് വന്ന പള്ളികളിൽ ഒരു പള്ളിയാണ് കിഴക്കേ പാണ്ടിക്കാട് പഴയ ജുമാ മസ്ജിദ്. അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു മഖാമാണ് ഈ കാണുന്നത്. നമ്മുടെ പള്ളിയുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു തങ്ങൾ കുടുംബമുണ്ട്. ആ തങ്ങൾ കുടുംബത്തിലെ സയ്യിദ് സൈനുൽ ആബിദീൻ വലിയ കുഞ്ഞിക്കോയ തങ്ങളുടെ മക്കാമാണ് ഈ മക്കാമ് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബവും ഒക്കെ ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. ഈ ഒരു പള്ളിയുടെ തൊട്ടപ്പുറത്തായിട്ട് അവരുടെ വീട്ടിൽ അവരുടെ ബാക്കിയുള്ള ആളുകളുടെ, അതായത് ആ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരുടെ ഖബറുകളാണ് തൊട്ടപ്പുറത്തായി കിടക്കുന്നത്. ഇത് ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ നാണിത്തങ്ങളുടെ ഖബറാണ്. വ്യക്തിപരമായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ നാണിത്തങ്ങൾ. അദ്ദേഹം വഫാത്തായിട്ട് കൂടുതൽ കാലം മക്ബറയും അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മളെ പള്ളിയൊക്കെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മക്ബറയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കറാമത്തിന്റെ കഥകൾ ഈ ഒരു മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൈനുൽ ആബിദീൻ വലിയ കുഞ്ഞിക്കോയ തങ്ങളെ പറ്റിയൊക്കെ നാട്ടിൽ ഒരുപാട് കറാമത്തിന്റെ കഥകൾ പ്രചാരത്തിലുണ്ട്. എല്ലാ വർഷവും മക്കാമിൽ വെച്ചിട്ട് ഉറൂസ് മുബാറക്ക് നടക്കലുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് ആനയും അതുപോലെ തന്നെ ചെണ്ടമേളങ്ങളൊക്കെ എടുത്ത് ഒരു ഉത്സവ പ്രതീതിയിൽ ഇത് നടത്തിയിരുന്നതായിട്ടൊക്കെ പഴമക്കാർ പറയുന്നതും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ പെട്ടിവരവ് അങ്ങനെയുള്ള ഒരുപാട് വലിയ സംഭവങ്ങൾ ബഹുലമായിട്ട് നടന്നിരുന്ന ഒരു ഉറൂസുകളൊക്കെ ഇവിടെ നടന്നിരുന്നു. നേർച്ചകളൊക്കെ നടന്നിരുന്നു. ഇന്നും എല്ലാ വർഷവും ഇവിടെ ഉറൂസ് നടക്കുന്നുണ്ട്. പ്രാർത്ഥനാ സദസ്സുകളും ദുആ മജ്ലിസുകളും വയലുകളും ഒക്കെ ആയിട്ട് ഇന്നും എല്ലാ വർഷവും ഇവിടെ വിപുലമായിട്ട് തന്നെ ഉറൂസ് പരിപാടികളും നേർച്ച പരിപാടികളൊക്കെ വളരെ വിപുലമായി നടക്കുന്നു. നമ്മുടെ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് സൈനുൽ ആബിദീൻ വലിയ കുഞ്ഞിക്കോയ തങ്ങളുടെ കറാമത്തിനെ കുറിച്ച് നാട്ടിൽ പ്രചരണത്തിലുള്ള ഒരു കഥയാണ് ഇവിടെ ഞാൻ പറയുന്നത്. പണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും വേട്ടക്ക് പോയിരുന്ന സമയത്ത് ഒരു കിണറിന്റെ അരികിൽ ഒരു കടുവ നിൽക്കുന്നത് കണ്ട്. അപ്പൊ അദ്ദേഹം ചെന്ന് നോക്കിയപ്പോൾ കടുവയുടെ മക്കളെല്ലാം കുഴിയിലേക്ക് വീണിട്ടുണ്ട്. അതിനെ രക്ഷപ്പെടുത്താൻ കഴിയാതെ നിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്തറിയാം, ആ കുഴിയിലേക്ക് ഇറങ്ങി അതിനെ രക്ഷപ്പെടുത്തി കൊടുത്തു. ഇന്നും ആ കടുവയുടെ സന്താന പരമ്പര ഇന്നും അദ്ദേഹത്തിന്റെ മക്ബറയിലേക്ക് സിയാറത്തിന് വരാറുണ്ട് എന്നും അതിന്റെ കാൽപ്പാടുകളൊക്കെ കണ്ട ഒരുപാട് ആളുകൾ ഇന്നും അതിനെ സാക്ഷ്യപ്പെടുത്തുന്നതൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മക്ബറയുടെ തലയുടെ ഭാഗത്ത് ഒരു മണ്ണ് ഇന്നും ലഭിക്കുന്നുണ്ട്. ആ മണ്ണ് കലക്കി കുടിച്ചാൽ രോഗങ്ങൾക്കൊക്കെ ശാന്തി കിട്ടും എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. അത് ചെയ്യുന്ന ആളുകളും ഇന്നുണ്ട്. അദ്ദേഹത്തിന്റെ കറാമത്തിന്റെ മറ്റൊരു കഥയാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഒരു യാത്രയിലായിരിക്കുന്ന സമയത്ത്, വിശക്കുന്ന സമയത്ത് അവർ ഒരു കാഞ്ഞിരക്കായി പറിച്ച് ഭക്ഷിക്കുകയും ആ സമയത്ത് അത് മധുരം അനുഭവപ്പെടുകയും വീട്ടിലേക്ക് കൊണ്ടുപോകരുത് എന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാരോട് പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തെ കബളിപ്പിച്ചുകൊണ്ട് ഒരാൾ അത് വീട്ടിലേക്ക് കൊണ്ടുപോയ സമയത്ത് അതിന് വീണ്ടും കയ്പ് അനുഭവപ്പെടുകയും ചെയ്ത ഒരു കറാമത്തിന്റെ കഥ കൂടി പറയപ്പെടാറുണ്ട്. ഏതായാലും കിഴക്കേ പാണ്ടിക്കാട് ജുമാ മസ്ജിദിന്റെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാനവറുകളുടെ മക്ബറ സിയാറത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ഇന്നും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.